സ്നേഹം നിറഞ്ഞ എൻ്റെ ഗുരുക്കന്മാരെ, ജ്യോതിശാസ്ത്രത്തിലും ഹസ്തരേഖാശാസ്ത്രത്തിലും വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെ, നല്ലവരായ നാട്ടുകാരെ, ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് പുണർദ നക്ഷത്രത്തിൻ്റെ ദശകളും അതിൻ്റെ വിശേഷങ്ങളുമാണ്. പുണർദ നക്ഷത്രം 7ാമത്തെ നക്ഷത്രമാണ്. അപ്പം പുണർദ നക്ഷത്രത്തിന് എല്ലാ നക്ഷത്രങ്ങളെ പോലെ 4 പാദങ്ങളുണ്ട്. അതിൽ കൂടുതലും മിഥുനക്കൂറും കർക്കിടകക്കൂറ് 2 കൂറുകളാണ് നമ്മൾ ആശ്രയിച്ച് ഫലം പറയേണ്ടത്. മിഥുനക്കൂറ് ആദ്യത്തെ 3/4 മിഥുനക്കൂറ്, അതായത് 45 നാഴികയോളം വരും. ബാക്കി 15 നാഴിക കർക്കിടകക്കൂറ്. അപ്പം പുണർദ നക്ഷത്ര ജാതകര് പൊതുവെ ജനിക്കുന്നത് വ്യാഴദിശയിലാണ്. വ്യാഴൻ എന്ന് പറയുന്നത് ഒരു ഗുരുവാണല്ലോ. എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരു എന്നും ആചാര്യം പറയുന്നുണ്ട്. ഗുരു ഹന്തീനം കോടി പാവവും കോടി ബിരുദങ്ങളും എന്നാണ് ശാസ്ത്രം. അപ്പം വ്യാഴദിശയിൽ ജനിക്കുന്ന പുണർദ നക്ഷത്ര ജാതകർ പൊതുവെ സാത്വികരും ഭക്തന്മാരും വിട്ടുവീഴ്ച മനോഭാവമുള്ളവരും സ്നേഹസമ്പന്നന്മാരും കുടുംബത്തെ സ്നേഹിക്കുന്നവരും അമിതമായി സുഖത്തിന്റെ പുറകെ പോകാത്തവരും തൻ്റെ കാര്യങ്ങൾ തീവ്രതയോടുകൂടി ശ്രദ്ധിച്ച് നോക്കുന്നവരും വിദ്യയും യുക്തിയും ബുദ്ധിയും ശക്തിയും ഉള്ളവരും ഇവർ കൂടുതലും വിദേശത്തും ആദ്യ കാലഘട്ടങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും. പഠനത്തിന് വേണ്ടിയും തൊഴിലിന് വേണ്ടിയും മറ്റ് ബിസിനസ് സംബന്ധമായും ജന്മസ്ഥലം വിട്ട് താമസിക്കാൻ ഇവർക്ക് ധാരാളം അവസരങ്ങളും യോഗങ്ങളും ഭാഗ്യങ്ങളും പുണർദ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും. അപ്പോൾ പുണർദത്തിന് 2 കൂറുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. പുണർദത്തിന്റെ ആദ്യത്തെ 3/4 മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് പിറന്നവർ പൊതുവെ സത്യസന്ധരും ബുദ്ധിമാന്മാരും ബുധന്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് അവർ കവികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, മറ്റ് സമൂഹത്തിന് വേണ്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവർ, സമൂഹത്തിലെ അനാചാരങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവർ, അങ്ങനെയുള്ളവരും സാത്വികരും ധർമ്മിഷ്ഠരും ദയാനിധികളുമായിരിക്കും. അടുത്ത കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിന്റെ സ്വാധീനം ചന്ദ്രനാണല്ലോ. അപ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് മനസ്സ് അവരും വിശാലമായി ചിന്തിക്കുന്നവരും സാത്വികരും ഭക്തരുമായിരിക്കും. പക്ഷെ അവരുടെ മനസ്സ് സദാ ചഞ്ചലതയായിരിക്കും. കാരണം മനസ്സിന്റെ കൂടെ ആധിപത്യം ചന്ദ്രനുള്ളത് കൊണ്ട് അവർ ചഞ്ചല മനസ്സുള്ളവരും ആണ് കൂടുതൽ കാണാറുള്ളത്. ഇവർക്കും വിദേശത്ത് കൂടുതൽ കാലം താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. എപ്പോഴും കുടുംബത്തെ സ്നേഹിക്കുന്നവർക്കും കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും അപ്പൂപ്പൻ, അമ്മമ്മ, അമ്മാവൻ എന്നിവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇവർ എപ്പോഴും തയ്യാറായിരിക്കും. സ്വന്തം ജീവിതത്തിന്റെ പല നല്ല ഘട്ടങ്ങൾ പോലും തരണം ചെയ്ത് കുടുംബത്തിന് വേണ്ടി ഇവർ വിവാഹം വരെ താമസിച്ച് നടത്തിയതായി നമ്മൾ കാണപ്പെടുന്നു. പൊതുവെ വ്യാഴന്റെ സ്വാധീനവും ബുധന്റെ സ്വാധീനവും ചന്ദ്രന്റെ സ്വാധീനവും ഇവർക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകും. പൊതുവെ ദാമ്പത്യ ജീവിതവും പുഷ്ടിയായിരിക്കും. ചിലർ മോശമെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ദാമ്പത്യ ജീവിതം നന്നായിരിക്കും. പൊതുവെ ഇവർക്ക് 22.5 വയസ്സിൽ ശേഷം വളരെ അഭിവൃദ്ധികളും പുരുഷ സ്ത്രീ ഭേദമന്യേ ഉദ്യോഗ സാധ്യതകളും 25-27 വയസ്സിൽ ഇവർക്ക് വിവാഹാദി യോഗത്തിന് ഏറ്റവും ഉത്തമം. സ്ത്രീകൾക്കാണെങ്കിൽ 24-നും 25-നും മധ്യേ ഏറ്റവും നന്നായിരിക്കും. സ്ത്രീകളുടെ ധൃതിമതി കാലഘട്ടം ഏതാണ്ട് 12, 13, 13.5 ഇതിനകത്ത് നടക്കും. സ്ത്രീകൾക്ക് അവരുടെ ജാതകത്തിന്റെ പ്രത്യേകത കൊണ്ട് പുരുഷനോളം വിദേശത്ത് പോകാനും അവിടെ ജോലി
ശേഖരിക്കാനും ധനം സമ്പാദിക്കാനുള്ള പ്രത്യേക യോഗവാക്യങ്ങൾ ഉണ്ട്. ഇവർക്ക് പല പഠനങ്ങൾ ചെയ്യാനും റിസർച്ച് ചെയ്യാനും നമ്മൾ ഇന്ന് കാണുന്ന പ്രശസ്ത ഡോക്ടർമാർ, സാത്വികന്മാർ, എഴുത്തുകാർ, പിന്നെ ഗവൺമെന്റിന്റെ പുതിയ പുതിയ പദവികൾ അലങ്കരിക്കുന്നതിൽ സർക്കാർ സംബന്ധിയായ ആനുകൂല്യങ്ങൾ കിട്ടുന്നവർ ഇങ്ങനെ ജീവിതത്തിന്റെ നാനാതുറകളിൽ പ്രക്ഷോഭിക്കുന്നവരായിരിക്കും ഇവർ. പുണർദ നക്ഷത്രക്കാർ വേടദശയിലാണല്ലോ ജനിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. വേടൻ ഏതാണ്ട് നമുക്ക് ആദ്യത്തെ കൂറിലാണെങ്കിൽ ഒരു 10-12 കൊല്ലം കിട്ടും. രണ്ടാമത്തെ കൂറിലാണെങ്കിൽ 5-6 കൊല്ലം കിട്ടും. അപ്പോൾ വേടദശ നമുക്ക് ഏതാണ്ട് ഒരു കണക്കിൽ 8 കൊല്ലം എടുക്കാം. വേടദശ 8 കൊല്ലം, അത് കഴിഞ്ഞാൽ ശനി 19 കൊല്ലം, ഏതാണ്ട് 27 വയസ്സ് ശിഷ്ടം വരെ ശനിദശയായിരിക്കും ഇവർക്ക്. ചിലവർക്ക് ശനി നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പുണർദ നക്ഷത്ര ജാതകരുടെ ഈ ഘട്ടം വളരെ നന്നായിരിക്കും. ശനി വന്നാൽ ഏവം കെടുപ്പേൻ എന്നുള്ള ശാസ്ത്രപ്രകാരം വാക്ക് പറച്ചിൽ പോലെ ശനി ഇവർക്ക് നല്ല ഫലം ചെയ്യും. ശനി കഴിഞ്ഞു കഴിഞ്ഞാൽ 28-29 കഴിഞ്ഞാൽ ബുധദശ 17 കൊല്ലമാണ്. ബുധദശയാണ് ഇവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പഠന, പുഷ്ടി, കല്യാണം, ഉദ്യോഗമൊക്കെ കിട്ടിയവർക്ക് പുതിയ ഉദ്യോഗത്തിനുള്ള ശ്രമം, വിദേശ പഠനത്തിൽ നിന്നുള്ള അംഗീകാരം, പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിക്കുവാനും, സന്താനയോഗം, ഗ്രഹയോഗം, വാഹനയോഗം ഇത്യാദി യോഗങ്ങൾ ഈ ബുധദശാകാലം ഉണ്ടാക്കും. ബുധൻ 17 കൊല്ലം. ബുധൻ മഹാലക്ഷ്മിയാണല്ലോ, സാക്ഷാൽ മഹാലക്ഷ്മി. അപ്പോൾ അവിടെ അവർക്ക് ധനത്തിനും ധാന്യാദി കാര്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല. അത് ബുധൻ കഴിഞ്ഞ കേതുദശ 7 കൊല്ലം. കേതുദശയിൽ അല്പ സ്ഥാനമാറ്റങ്ങൾ. വിദേശത്ത് നിൽക്കുന്നവർ ചിലപ്പോൾ സ്വദേശത്തേക്ക് വരാം, സ്വദേശത്ത് നിൽക്കുന്നവർ വിദേശത്തേക്കും വരാം. അപ്പോൾ നമ്മൾ കേതുദശ ഇവർക്ക് ഉള്ളത് കൊണ്ട് സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും പുഷ്ടിയും വരും. കേതുവിന്റെ നാഥനായ ഗണപതിയെയും സർപ്പരാജാവിനെയും യഥാവിധി പൂജിച്ച് കേതുവിന്റെ ദോഷ ദുരിതങ്ങൾ മാറ്റണം. ഒപ്പം സർപ്പക്ഷേത്രങ്ങളിലും മണ്ണാർശാല, വെട്ടിക്കോട്, പാമ്പേക്കാട്, അനന്തങ്ങാടി ഇങ്ങനെയുള്ള പുരാതന പുണ്യ നാഗക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് ഇവർക്ക് ഉത്തമമാകുന്നു. അത് കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം. ശുക്രദശയിൽ സന്താനങ്ങൾക്ക് വളരെ ഉന്നതി, അവർക്ക് വിവാഹം, ഗ്രഹയോഗം, പുത്രപൗത്രാദി സൗഖ്യം, ബന്ധുജന സൗഭാഗ്യം, സൽകീർത്തി എന്നിവയെല്ലാം ശുക്രദശയിൽ അനുഭവമാകുന്നു. ശുക്രദശയുടെ സല്ലനുഭവ സിദ്ധിക്ക് വേണ്ടി ഗണപതി പ്രീതി, ദേവി പ്രീതി, ശിവപ്രീതി എന്നിവ നടത്തി ദോഷങ്ങൾ മാറ്റിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത ആദിത്യദശ 6 കൊല്ലം. ആദിത്യദശയിൽ ഇവർക്ക് നന്നായിരിക്കും. പിന്നെ ചന്ദ്രദശ. ഇങ്ങനെ ഇത്രയും ഘട്ടങ്ങളാണ് ഇവരൊക്കെ ദശ. ഇതിലെല്ലാം ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ബലവും ഭാഗ്യവും ഐശ്വര്യവും കൊടുക്കും. എന്നാൽ ചില സന്ധികളിലും ചില ദശയുടെ മോശ അവസ്ഥയിലും ദോഷങ്ങൾ വരും. അത് നമുക്ക് ആ സമയങ്ങളിൽ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം പൂജ, കുടുംബദേവതാ പ്രീതി, സർപ്പപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തി തൃപ്തിപ്പെടുത്തിക്കൊള്ളേണ്ടതാകുന്നു. ഇവയെല്ലാം ഏതാണ്ട് ജാതകവുമായി ബന്ധപ്പെട്ട് വരുന്നതാണോ എന്ന് നിങ്ങൾ നോക്കണം. ഏത് ഗ്രഹവും നല്ല സ്ഥാനത്ത് നിന്നാൽ നല്ല ഫലങ്ങൾ കിട്ടും. സ്വല്പം 6-8-12 ദുരിത സ്ഥാനങ്ങളിൽ നിന്ന് സ്വല്പഫലം കുറഞ്ഞും കിട്ടും. സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം. അതുപോലെ തന്നെയാണ് ഗ്രഹബന്ധം നമ്മളെ ജീവിതത്തിൽ വളരെ നിർണായകമായ പല നല്ലതിനെയും അഴിക്കുകയും കൊണ്ടെത്തിക്കുന്നു. പിന്നെ ഇവർ വ്യാഴദശയ്ക്ക് വേണ്ടി പുഷ്യരാഗക്കല്ലും, ശനിദശയ്ക്ക് വേണ്ടി ഇന്ദ്രനീലക്കല്ലും, ബുധദശയ്ക്ക് വേണ്ടി മരതകക്കല്ലും, കേതുദശയ്ക്ക് വേണ്ടി വൈദൂര്യവും, ശുക്രദശയ്ക്ക് വേണ്ടി വൈരക്കല്ലും, ആദിത്യദശയ്ക്ക് വേണ്ടി ചുവന്നരത്നവും, ചന്ദ്രദശയിൽ മുത്തുകല്ലും ധരിക്കുക. അതുപോലെ തന്നെ നവരത്ന മോതിരം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കൃഷ്ണന് പാൽപായസം, കൃഷ്ണക്ഷേത്ര ദർശനം,
വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം, പിന്നെ അതുപോലെ തന്നെ സർപ്പക്ഷേത്ര ദർശനം, പിന്നെ ശാസ്താക്ഷേത്ര ദർശനം ഇവയെല്ലാം നടത്തി ഇവരുടെ ദോഷങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കൊള്ളണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ താൽക്കാലികമായി നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ അടുത്ത ദിവസം